ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 7 പേജ് നമ്പർ 19 ഫിഗർ ഇറ്റ് ഔട്ടിലെ ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ ആരും വീഡിയോ ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. റൈറ്റ് എ 9 ഡിജിറ്റ് നമ്പർ വേർ എക്സ്ചേഞ്ചിങ് എനി 2 ഡിജിറ്റ്സ് റിസൾട്ട് ഇൻ എ ബിഗ്ഗർ നമ്പർ. ഹൗ മെനി സച്ച് നമ്പേഴ്സ് എക്സിസ്റ്റ്? അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കുക. നമ്മളോട് ഒരു 9 ഡിജിറ്റ് നമ്പർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയുള്ള നമ്പർ ആയിരിക്കണം? എനി 2 ഡിജിറ്റ്സ്, ഏതെങ്കിലും 2 ഡിജിറ്റ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ നമ്മൾ ആദ്യം എഴുതിയ നമ്പറിനെക്കാട്ടിൽ ബിഗ്ഗർ നമ്പർ ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു 9 ഡിജിറ്റ് നമ്പറാണ് നമ്മൾ എഴുതേണ്ടത്. അതേപോലത്തെ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് നമ്പർ എഴുതിയാൽ മാത്രമേ നമുക്ക് ഏതെങ്കിലും 2 ഡിജിറ്റിനെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അതിനെക്കാട്ടിൽ ബിഗ്ഗർ നമ്പർ കിട്ടത്തുള്ളൂ അല്ലേ. നമ്മൾ വലിയ നമ്പർ എഴുതി കഴിഞ്ഞാൽ ഏതെങ്കിലും 2 ഡിജിറ്റിനെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കാട്ടിൽ ചെറിയ നമ്പർ കിട്ടാം. അപ്പോൾ ഏറ്റവും ചെറിയ 9 ഡിജിറ്റ് നമ്പർ, അതായത് ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് വരാതെ എല്ലാ ഡിജിറ്റും വേറെ വേറെ ആയിട്ടുള്ള ഏറ്റവും ചെറിയ 9 ഡിജിറ്റ് നമ്പർ ഏത് നമുക്ക് എഴുതാം? അതായത് 1 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സ് എഴുതാം അല്ലേ. 1 2 3 4 5 6 7 8 9 ഈ ഒരു നമ്പറിനെ നമുക്ക് എഴുതാം. ഇതാണ് ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് 9 ഡിജിറ്റ് നമ്പർ, അതായത് എല്ലാ ഡിജിറ്റ്സും വേറെ വേറെ ആയിട്ടുള്ള സ്മോളസ്റ്റ് 9 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നോക്കി, ഇവിടെ ഏതെങ്കിലും 2 നമ്പറുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിൽ വലിയ നമ്പറാണോ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ 1ഉം 2ഉം കൂടെ എക്സ്ചേഞ്ച് ചെയ്യുന്നു. 2 ഇങ്ങോട്ട് മാറ്റി 1 ഇങ്ങോട്ട് മാറ്റി 2വിനെ ഇങ്ങോട്ട് മാറ്റി. അപ്പോൾ ഇത് 2 1 3 4 5 6 7 8 9 എന്നായി. ഇതിനെക്കാട്ടിൽ വലിയ നമ്പറാണ് കിട്ടിയത്. ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു നമ്പർ ചെയ്ത് നോക്കിയോ. 1നെ ഇങ്ങോട്ട് മാറ്റിയിട്ട് 9 ഇങ്ങോട്ട് മാറ്റിയാലും എന്ത് തന്നെയാകും? 9 2 3 4 5 6 7 8 എന്നാകും അല്ലേ. അതും അപ്പം ആദ്യത്തെ നമ്പറിനെക്കാട്ടിൽ ബിഗ്ഗറാണ്. ഇനി നിങ്ങൾ വേണേൽ 5നെ ഇങ്ങോട്ട് മാറ്റിയിട്ട് 4നെ ഇങ്ങോട്ട് ഇട്ടാലോ. 1 2 3 5 4 6 7 8 9 അല്ലേ. 1 2 3 4 5നെക്കാട്ടിൽ വലുതാണ് 5 4. ഇനി 8നെ ഇങ്ങോട്ട് മാറ്റിയിട്ട് 6നെ ഇങ്ങോട്ട് മാറ്റിയാലോ. 1 2 3 4 5 8 7 6 9 എന്നാവും. അപ്പോൾ ഈ നമ്പറിനെക്കാട്ടിൽ വലുതാണിത്. ഈ ഒരു നമ്പറിനകത്ത് ഏതൊക്കെ 2 ഡിജിറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്താലും നമുക്ക് റിസൾട്ടിൽ കിട്ടുന്ന നമ്പർ ആദ്യത്തെ നമ്പറിനെക്കാട്ടിൽ ഗ്രേറ്റർ ആയിരിക്കും. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഏതൊക്കെ ഡിജിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാലും അങ്ങനെ തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസർ നമുക്ക് എന്തെഴുതാം? A 9 digit number where exchanging any 2 digits result in a bigger number is equal to 1 2 3 4 5 6 7 8 9. ഈ നമ്പറാണ്. only one such number exist. ഇതേപോലത്തെ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. only one such number exist. ഇതല്ലാതെ വേറെ ഏത് നമ്പർ എഴുതിയാലും നമുക്കിങ്ങനെ കിട്ടത്തില്ല കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് 0 കൊണ്ട് എഴുതി കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ 1 0 2 3 4 5 6 7 8 9 ഇങ്ങനെ ഒരു നമ്പർ എഴുതുന്നു. അപ്പോൾ നമ്മൾ ഈ 0യെ ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇതിനെ ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്പറിനെക്കാട്ടിൽ ചെറിയ നമ്പർ ആയിരിക്കും കിട്ടുക. അതുകൊണ്ടാണ് നമ്മൾ 0 ഇവിടെ എടുക്കാത്തത്. 0 ഇതിൻ്റെ ഇടയ്ക്ക് എവിടെ എഴുതിയിട്ട് 0യെ ഫസ്റ്റിലോട്ട് എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്മോളർ നമ്പർ ആയിരിക്കും കിട്ടുക കേട്ടോ. അതുകൊണ്ടാണ് 0 എടുക്കാഞ്ഞത്. അതേപോലെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന നമ്പേഴ്സും എടുക്കാത്തത് അതുകൊണ്ടാണ്. എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിജിറ്റ്സ് വെച്ച് നമ്മൾ എടുത്തത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നമ്പറിൽ മാത്രമേ നമ്മൾ ഏതെങ്കിലും 2 ഡിജിറ്റുകളെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഈ നമ്പറിനെക്കാട്ടിൽ ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പർ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ 3rd ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 4th ക്വസ്റ്റ്യനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.